ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രാക്കിംഗ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ക്രാക്കിങ്ങും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മെക്കാനിസം ഉണ്ട്. രണ്ട് ടൈപ്പ് ക്രാക്കിംഗ് പറഞ്ഞു. ഒന്ന് തെർമൽ ക്രാക്കിംഗ് എന്ന്, രണ്ടാമത്തെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറഞ്ഞു. തെർമൽ ക്രാക്കിംഗ് നടക്കുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് തെർമൽ ക്രാക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ റാഡിക്കൽ മെക്കാനിസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്ന അതിന് നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്നു. അതിനെ റാഡിക്കലിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ഫൈനലി റാഡിക്കലിനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പം അത് 3 സ്റ്റെപ്പുകളിൽ ഇവിടെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ പോലെ നോണെ എന്നുള്ളൊരു കോമ്പൗണ്ട് എടുക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ ഹോമോലിറ്റിക് ക്ലീവേജ് നടന്നിട്ട് നമുക്ക് C5 ഇപ്പോൾ നമ്മൾ എടുത്താണ് നോണയിനൊപ്പം C5 C4 2 റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇനീഷ്യേഷൻ വന്നു. ഇനി റാഡിക്കൽ എന്ത് ചെയ്യുന്ന അണ്ടർഗോ ഫിഷൻ അറ്റ് ബീറ്റ പൊസിഷനിൽ ഫിഷൻ ചെയ്തിട്ട് നമുക്ക് പുതിയ റാഡിക്കൽസ് തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള അടുത്ത റാഡിക്കൽസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിനകത്ത് തന്നെ C5 റാഡിക്കൽ അത് കാണിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, ഇത് ആൽഫബേറ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ച് വീണ്ടും ക്ലീവേജ് നടക്കുന്നു. ക്ലീവേജ് നടക്കുമ്പോഴേക്ക് ഈ ഒരു പാർട്ട് എന്തായിട്ട് മാറുന്നു, ആൽക്കീനായിട്ട് മാറുന്നു. ദെൻ പുതിയൊരു റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ എഗെയിൻ ആ റാഡിക്കൽ എഗെയിൻ ഫർദർ ഹോമോലിറ്റിക് നടന്നിട്ട് ആൽക്കീനും മീഥൈൽ റാഡിക്കൽ അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള റാഡിക്കൽ ഫോം ചെയ്യുന്നു. ദെൻ ഈ റാഡിക്കൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ ആദ്യം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, നോണൈൻ എന്നുള്ളൊരു കോമ്പൗണ്ടിന് ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് റിയാക്ട് ചെയ്യുന്നു. എഗെയിൻ C9 ആയിട്ടുള്ള ഒരു റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ C9 റാഡിക്കൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു ആൽക്കീനും പിന്നെ വീണ്ടും ഒരു 2 കാർബണുള്ള ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറുന്നു. അങ്ങനെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ടെർമിനേഷൻ അത് എന്ത് ചെയ്യുന്നു, 2 ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള 2 റാഡിക്കൽസ് തമ്മിൽ കപ്പിൾ ചെയ്തിട്ട് ഫൈനലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നോണൈൻ കോമ്പൗണ്ട് എടുക്കണേന് അത് C5 ആയിട്ട് മാറുന്നു. ദെൻ CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ട് ഇപ്പോൾ ആൽക്കീൻ 7 കാർബണുള്ള ആൽക്കീൻ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ട് മാറുന്നു. അങ്ങനെയാണ് തെർമൽ ക്രാക്കിംഗ് നടക്കുന്നത്. അപ്പോൾ തെർമലിനകത്ത് റാഡിക്കൽ മെക്കാനിസമാണ്. ഇനി രണ്ടാമത് നമ്മൾ കാറ്റലിറ്റിക് ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു കാറ്റലിസ്റ്റിൻ പ്രസൻസിലുണ്ടാവും. അവിടെ കാർബോകാറ്റയോൺ മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇനിഷ്യലി ഉണ്ടാവുന്ന തെർമൽ ക്രാക്കിങ്ങിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആൽക്കീൻ പ്രോഡക്റ്റിന് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രോട്ടോണേറ്റ് ചെയ്യുന്നു. ഈ ആൽക്കീൻ എന്ത് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ പുറത്ത് അബ്സോർബ് ചെയ്യുന്ന അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സിയോലൈറ്റ് പോലത്തെ മോളിക്യൂൾസ് ആണ്. അതിനകത്ത് അസിഡിക് സൈറ്റ് ഉണ്ട്. അസിഡിക് സൈറ്റിലുള്ള അതെന്ത് ചെയ്യുന്ന ആൽക്കീന് റാഡിക്കൽസ് കാറ്റയോൺ ഫ്രീ റാഡിക്കൽ അല്ല കാർബോകാറ്റയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ അഗെയിൻ നോണൈൻ ടൈപ്പ് കോമ്പൗണ്ട് തരുന്നു. ക്രാക്കിംഗ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ആൽക്കീൻ ഉണ്ടാകുന്നു. ദെൻ ആൽക്കേൻ ഉണ്ടാകുന്നു. ഈ ആൽക്കീൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന ആൽക്കീൻ നമ്മുടെ കാറ്റലിസ്റ്റിൽ നിന്ന് ഒരു H+, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റാഡിക്കൽ കാറ്റയോണിക് സെൻറ്ററിലൊരു സ്പീഷ്യസ് അസിഡിക് സൈറ്റുള്ളതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, സിയോലൈറ്റ് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ആൽക്കീൻ എവിടെ നിന്നാണ് കിട്ടുന്നത്, ക്രാക്കിംഗ് ഇനിഷ്യലി കാറ്റലിറ്റിക് ക്രാക്കിംഗ് ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിന്റെ ഭാഗമായിട്ടാണ് ഒരു ആൽക്കീൻ ബ്യൂട്ടീൻ ഉണ്ടാക്കണം. ആ ബ്യൂട്ടീനെ പ്രോട്ടോണേറ്റ് ചെയ്യുന്നു. പ്രോട്ടോണേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 2 ബ്യൂട്ടൈൽ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ കിട്ടുന്ന ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ഉണ്ടാകുന്നു. ആ സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നോണൈൻ കോമ്പൗണ്ട് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ വെച്ചിട്ട് അവിടെ ഒരു ഈ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഹൈഡ്രജനെ അസിഡിഫൈ ചെയ്തിട്ട് അവിടെ വീണ്ടും ഒരു നോണൈൻ കാർബോകാറ്റയോൺസ് ഉണ്ടാകുന്നു. ദെൻ അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ബ്യൂട്ടീൻ എന്നല്ല, ബ്യൂട്ടീൻ ആദ്യം ബ്യൂട്ടൈലായിട്ട് മാറി ഫർദർ അത് നോർമൽ ബ്യൂട്ടൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറി. ദെൻ ഇവിടെ പുതിയൊരു റാഡിക്കൽ ഉണ്ടായിട്ടുണ്ട്, റാഡിക്കൽ അല്ല കാർബോകാറ്റയോൺ ഉണ്ടായിട്ടുണ്ട്. ആ കാർബോകാറ്റയോൺ വീണ്ടും അണ്ടർഗോ ബീറ്റ ക്ലീവേജ് നടക്കുന്നു. അപ്പോൾ ബീറ്റ ക്ലീവേജ് ഇവിടെയുണ്ട്, ബീറ്റ പൊസിഷൻ ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്ലീവേജ് നടക്കുമ്പോഴേക്കും സപ്പോസ് ഇവിടെ നിന്ന് ക്ലീവേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, CH3 CH2 CH2 എന്നുള്ളൊരു കാറ്റയോൺ ഉണ്ടാകുന്ന. ബാക്കി ഇവിടെ ഒരു കാറ്റയോൺ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ആൽക്കീൻ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രൈമറി കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. ഇതിന് അണ്ടർഗോ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടി സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റയോൺ ആയിട്ട് മാറുന്നു. അത് വീണ്ടും വേറെ ഇതിനകത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ എടുക്കുന്നതിനകത്ത് ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിങ്ങിന് എന്ത് ചെയ്യുന്നു, ഇത് എഫക്റ്റ് ചെയ്യില്ല, അത് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് എടുക്കണമെങ്കിൽ ഇതിനകത്ത് റിങ് ഉണ്ട്, പക്ഷെ റിങ്ങിനെ വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. റിങ് ആസച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാകും. ദെൻ കാർബോകാറ്റയോൺ ചെയ്യുന്നത് സൈഡ് ചെയിനിലായിരിക്കും കാർബോകാറ്റയോണിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. അതാണ് കാറ്റലിറ്റിക്
ക്രാക്കിംഗ് മെക്കാനിസം. അപ്പോൾ തെർമൽ ക്രാക്കിംഗ് നടക്കുന്നത് റാഡിക്കൽ മെക്കാനിസം ആണെങ്കിൽ കാറ്റലിറ്റിക് ക്രാക്കിംഗ് നടക്കുന്നത് കാർബോകാറ്റയോൺ മെക്കാനിസം ആയിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് കേട്ടോ തെർമൽ ആൻഡ് കാറ്റലിറ്റിക് ക്രാക്കിങ്ങിനകത്ത്. അപ്പോൾ തെർമൽ നമുക്ക് പറയാം ആപ്ലിക്കേഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വേണം. അതേസമയം കാറ്റലിറ്റിക് ക്രാക്കിങ്ങിനകത്ത് ടെമ്പറേച്ചർ വേണം, ഹൈ പ്രഷറിൻ്റെ ആവശ്യമില്ല. ദെൻ അവിടെ ഒരു കാറ്റലിസ്റ്റ് കമ്പൽസറി ആണ്, അതുകൊണ്ടാണ് കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി തെർമലിനകത്ത് അറൗണ്ട് ടെമ്പറേച്ചർ 450 to 750 വരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷർ അറൗണ്ട് 70 അറ്റ്മോസ്ഫിയർ വരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം കാറ്റലിറ്റിക് ക്രാക്കിങ്ങിനകത്ത് തെർമലിൻ്റെ എത്ര ടെമ്പറേച്ചർ ഉണ്ട്, അറൗണ്ട് 400 ഉണ്ട്. പ്രഷറും കുറവായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി തെർമലിന് കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ കാറ്റലിസ്റ്റിൻ്റെ നോർമലി സിയോലേറ്റ് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കാറ്റലിസ്റ്റിനെ റീജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവിടെ റീജനറേഷൻ സ്റ്റെപ്പ് ആവശ്യമുണ്ട്. ദെൻ തെർമലിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് കോക്ക് കാർബൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ജനറേറ്റ് ചെയ്യുന്നത്, ഇവിടെ ലെസ് ആയിട്ടുള്ള കാർബൺ മെറ്റീരിയൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ തെർമലാണെങ്കിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആയിരിക്കും, മറ്റേതാണെങ്കിൽ കാർബോണി ആണെങ്കിൽ കാർബോകാറ്റയോൺ മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ട മെക്കാനിസം. ഇനി ടെമ്പറേച്ചർ യൂസ് ചെയ്യും. തെർമലിനകത്താണെങ്കിൽ കിട്ടുന്നതിൻ്റെ ഒക്ടേൻ നമ്പർ കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. കാറ്റലിറ്റിക്കിനകത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒക്ടേൻ നമ്പർ അറൗണ്ട് 80 to 90 ഒക്ടേൻ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പ്യൂരിറ്റി ഉള്ളത്, നല്ല എഫിഷ്യൻ്റ് ഉള്ളതായിരിക്കും കാറ്റലിറ്റിക് ക്രാക്കിംഗ് മൂലം ഉണ്ടാകുന്നത്. പിന്നെ തെർമലാണെങ്കിൽ സെലക്ടിവിറ്റി കുറവാണ്. ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിൻ്റെ സെലക്ടിവിറ്റി അത് കുറവാണ്, മറ്റേടത്താണ് ഹൈ സെലക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യാൻ നിർത്തുന്നു. പിന്നെ തെർമലിനകത്താണെങ്കിൽ ഐസോമറൈസേഷൻ കുറവാണ്, അതേസമയം മറ്റേതിനകത്ത് ഐസോമറൈസേഷൻ കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞാൽ ഒക്ടേൻ നമ്പർ കൂടുന്നതെന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് തെർമലിനകത്ത് സൾഫർ ഉണ്ടാകുന്നത് അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ എബിലിറ്റി ടു ടോളറേറ്റ് ഹൈ സൾഫർ കണ്ടന്റ്, കാരണം ഇതിനകത്ത് എല്ലാത്തും സൾഫർ ഉണ്ടാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ.